ഹലോ മക്കളെ, എനിക്ക് ഇന്നലെ രാത്രിയിൽ ആക്സിഡന്റ് പറ്റി മക്കളെ. ഞാൻ ഇന്നലെ ഉമ്മാന്റെ വീട്ടിൽ പോയി ഉമ്മാനെ നല്ല തള്ളക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. തിരിച്ചു വരണ വഴിയിൽ ബൈക്ക് ആക്സിഡന്റ് ആയി മക്കളെ. ആ ബൈക്കിലായിരുന്നു എൻ്റെ മക്കളും ഞാനും എൻ്റെ ഇക്കയും എല്ലാം ഉണ്ടായിരുന്നത്. മക്കൾക്കും ഇക്കാക്കും ഒന്നും പറ്റിയില്ല മക്കളെ, എനിക്ക് മാത്രം പറ്റി. ദാണ്ട് ദാണ്ട് കൊതു കുത്തിയതുപോലെ കൊതു കുത്തിയതല്ല മക്കളെ, ഞാൻ മറിഞ്ഞടിച്ച് മൂക്കും കുത്തി വീണു മക്കളെ. അല്ല പൊന്നാര തമ്പുരാട്ടി, ഇന്നലെ രാത്രിയിൽ നീ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ ഇക്കാര്യം പറയാൻ മറന്നുപോയതാണ് ചക്കരെ. അയ്യോ, കളവ് പറയാൻ നിനക്കറിയാം, പക്ഷേ പിടിച്ചു നിൽക്കാൻ നിനക്കറിയില്ല. ഇനി സ്വന്തം നൊന്തുപെറ്റ മകന് അപകടം പറ്റി എന്ന് നാട്ടുകാരോട് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കിയപ്പോൾ ഓർത്തില്ല അല്ലേ? ഉമ്മാനെയും മറ്റുമ്മമാര് പ്രസവിച്ച മക്കളെയും ഒക്കെ കൊല്ലും തിന്നും എന്നൊക്കെ ആക്രോശിച്ചപ്പോഴും കർമ്മ എന്നൊരു സംഭവമുണ്ട് എന്ന് മോൾ ഓർത്തില്ല അല്ലേ? എനിക്ക് ഒരു വർഷത്തിനകത്ത് നിനക്കിതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് എന്നെ ശപിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർഷത്തേക്ക് നീ എന്നെ ശപിച്ച് അവിടെ നിർത്തിയ അന്ന് മുതൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കാൻ അനുവദിക്കാതെ പടച്ച റബ്ബ് നിന്റെ ജീവിതത്തിൽ കയറി അങ്ങ് വിളയാടുകയാണ് എന്നുള്ളത് മറന്നു പോകണ്ട. എന്തായാലും ഞാൻ നിനക്ക് തന്നുവിട്ട സമ്മാനം അത് കിട്ടിക്കാണൂന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തീരൂല മോളെ. ഒറ്റയടിക്ക് ഞാൻ എന്തിനാണ് 4 സ്ട്രൈക്ക് ഒന്നിച്ച് തന്നത് എന്ന് നിനക്ക് മനസ്സിലായില്ല. ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് അത് 4 സ്ട്രൈക്ക് ഒറ്റ സ്ട്രൈക്കായിട്ട് കണക്ക് കൂട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ? 4 സ്ട്രൈക്കും 4ആയിട്ട് ഞാൻ നിനക്ക് തിരിച്ചു തരും. അതായത് ഈ വീഡിയോകൾ നീ റിമൂവ് ചെയ്യാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് നിന്റെ ഭിക്ഷയുടെ ആവശ്യമില്ല. എൻ്റെ മക്കൾ ഹറാമിലുണ്ടായ മക്കളായതുകൊണ്ട് തന്നെ നിനക്ക് പറ്റുമെങ്കിൽ നീ എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞേരെ. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് പുതിയ ചാനൽ എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് ഒന്നിച്ച് വളരാം. ഓക്കെ.